നമസ്കാരം. 28 വർഷത്തെ മാധ്യമ പ്രവർത്തന കരിയർ അവസാനിപ്പിച്ച് നികേഷ് കുമാർ പൊടുന്നനെ റിപ്പോർട്ടർ ചാനലിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനം രാജിവെക്കുന്നത് ചില അഭ്യൂഹങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നികേഷ് കുമാർ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചർച്ചകൾ ചിലയിടങ്ങളിൽ സജീവമാകുന്നുണ്ട്. ഇത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. പക്ഷേ പൊടുന്നനെയുള്ള ഒരു പടിയിറക്കം റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് വളരെ കീ പോസ്റ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി, നേരത്തെ ഈ ചാനലിന്റെ ഉടമയായിരുന്ന വ്യക്തി, ഈ ചാനൽ പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ട്രീ കട്ടർ മുതലാളിമാർ അത് ഏറ്റെടുത്തതിന് ശേഷം ആ സ്ഥാപനത്തിന്റെ കീ പോസ്റ്റിൽ എഡിറ്റർ ഇൻ ചീഫ് ആയിട്ട് തുടരുന്ന നികേഷ് കുമാർ പൊടുന്നനെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതായത് നേരത്തെ ഒന്നും സൂചനയില്ലായിരുന്നു, ഇങ്ങനെ മാധ്യമ പ്രവർത്തന രംഗം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമെന്നുള്ള സൂചനയില്ലായിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം വളരെ സജീവമായി ഇടപെട്ടിരുന്ന വ്യക്തി വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതാണ് പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നു എന്ന അഭ്യൂഹം ശക്തമാകാൻ ഇടയാക്കിയിരിക്കുന്നത്. എന്തായാലും പാലക്കാട് ഒരു വലിയ പോരാട്ടത്തിന് വേദിയൊരുങ്ങുകയാണ്. അവിടെ ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം, BJPയെ സംബന്ധിക്കുന്നിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മാറിയതോടുകൂടി പാലക്കാട് സീറ്റ് വേക്കന്റ് ആവുകയും അവിടെ സംഘപരിവാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ആ മണ്ഡലം ഒരു വലിയ ഹൈലൈറ്റ് ആയി മാറിയിരിക്കുകയാണ്. സംഘപരിവാർ വലിയ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോ ശ്രീധരനിലൂടെ 2ാം സ്ഥാനത്തേക്ക് വന്ന മണ്ഡലമാണ്. ഒരു ഘട്ടം വരെ ജയിക്കുമെന്ന് തോൽപ്പിച്ചതിന് ശേഷം ശ്രീധരനെ 2ാം സ്ഥാനത്തേക്ക് ആക്കിക്കൊണ്ട് ഷാഫി പറമ്പിൽ വിജയിച്ച മണ്ഡലം. അവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയെന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അവിടത്തെ ഒരു മത്സരം ഇപ്പോൾ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി പൊതുസമ്മതനായിട്ടുള്ള ഒരു വ്യക്തിയെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇടതുപക്ഷം ആലോചിക്കുന്നുണ്ട് എന്നുള്ള ഒരു പൊതു ചർച്ചയുണ്ട്. അതിനിടയ്ക്കാണ് നികേഷ് കുമാർ അപ്രതീക്ഷിതമായി റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ പാലക്കാട് മത്സരിക്കാൻ തയ്യാറാകുന്നു എന്ന സൂചനകൾ കൂടുതൽ ശക്തമായിരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായ മുന്നേറ്റമാണ് ഈ ജില്ലയിൽ ഇടതുപക്ഷം നടത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ പാലക്കാട് ടൗൺ ഒഴികെയുള്ള ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിന് നടത്താനായത്. അപ്പോ പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കാനായിട്ട് പൊതുസമ്മതനായിട്ടുള്ള, ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു മുഖത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള ഇടതുപക്ഷത്തിന്റെ പൊതു വിലയിരുത്തലിനെ മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് അവസരം ഒരുങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ വഴി തുറന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു റൂമറും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് കണ്ണൂർ ജില്ലക്കാരനായിട്ടുള്ള നികേഷ് കുമാർ നേരത്തെ അഴീക്കോട് മത്സരിച്ചതാണ്. KM ഷാജിയോട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോരാട്ടത്തിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2000 ചില്ലുമാന വോട്ടിന് അദ്ദേഹം 2016 പരാജയപ്പെട്ടെങ്കിലും 2021 അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നത് കൊണ്ട് തന്നെ ഇടതുപക്ഷം മറ്റൊരു സീറ്റിലേക്കും പരിഗണിച്ചിരുന്നില്ല. MV രാഘവന്റെ മകനായതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചരിത്രം പേറുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇടത് രാഷ്ട്രീയവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. ഇടത് രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. ഇടത് നിലപാടുകൾ എപ്പോഴും ഉയർത്തിപ്പിടിച്ചിരുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പൊതുസമ്മതനായിട്ടുള്ള വ്യക്തി പാർട്ടിക്ക് ഏറെ ഗുണം ചെയ്യും. അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഭാരവാഹിത്വം നൽകി ഉടനടി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇടതുപക്ഷം സ്വീകരിക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതൊന്നും ഔദ്യോഗികമായി തീരുമാനമെടുത്തിട്ടുള്ള കാര്യമല്ല. ചില ഊഹാപോഹങ്ങൾ പല മേഖലകളിൽ നിന്ന് ഉയർന്നു കേൾക്കുകയാണ്. എന്തായാലും പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ MV നികേഷ് കുമാറിനെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും വ്യക്തി എന്നുള്ള, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും സജീവ മാധ്യമ രംഗത്തോടു കൂടി ആൾക്കാർക്ക് കണ്ട് സുപരിചിതനായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യം ആ മണ്ഡലത്തിൽ ഒരുപക്ഷെ മത്സരാർത്ഥിയായി വരികയാണെങ്കിൽ ഉണ്ടാകാൻ ഇടയില്ലാത്ത സാഹചര്യമുണ്ട്. എന്നാൽ മറിച്ച് തീരുമാനങ്ങൾ ഇടതുപക്ഷത്തിന് എടുക്കാവുന്ന കാര്യം, പാലക്കാട് പോലൊരു മണ്ഡലത്തിലെ അർഹരായിട്ടുള്ള നിരവധി പേരുണ്ട്. അത്തരം പേരുകളിലേക്ക് കൂടി ചർച്ചകൾ എത്താൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇങ്ങനെ ഒരു ചർച്ചകൾക്ക് ഇപ്പോൾ അഭ്യൂഹം ശക്തമാകാൻ കാരണം ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്നുള്ള നികേഷ് കുമാറിന്റെ പടിയിറക്കമാണ് ഈ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമാകുന്നെങ്കിൽ പോലും പുതിയ ഏത് മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമെന്നതിനെ സംബന്ധിച്ചൊക്കെ CPM ഇനിയിപ്പോൾ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. കാര്യം നേരത്തെ അഴീക്കോട് മത്സരിച്ചെങ്കിലും KV സുമേഷ് ഇപ്പോൾ ആ മണ്ഡലം തിരിച്ചു പിടിക്കുകയും അദ്ദേഹത്തിന്റെ ആദ്യ ടേം ആയതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഒരു പോളിസി അനുസരിച്ച് ഒരു ജനപ്രതിനിധിക്ക് 2 ടേൺ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അടുത്ത തവണ അഴീക്കോട് മത്സരിക്കാൻ സാധ്യതയില്ല. കണ്ണൂരിലെ മറ്റേതെങ്കിലും പ്രമുഖമായിട്ടുള്ള സീറ്റിലേക്ക് നികേഷ് കുമാറിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. എന്തായാലും മാധ്യമപ്രവർത്തന രംഗത്ത് നിന്ന് വിട പറഞ്ഞുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിന് കണ്ണൂരിൽ എടുത്തുയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു ശക്തമായ വ്യക്തിത്വം
ഇടതുഭാഗത്തിന്റെ ഭാഗമായി സജീവ രാഷ്ട്രീയത്തിൽ എത്തുന്നു എന്നുള്ളതാണ് ആ തീരുമാനത്തിലൂടെ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. എന്തായാലും നികേഷ് കുമാറിനെ പോലെ വളരെ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതും പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം, ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം ഗുണകരമാകുന്ന അവസ്ഥയുണ്ടാകും. അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തി കാട്ടുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പേർന്ന കാര്യങ്ങളും ഒപ്പം പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളാണ്. നികേഷ് കുമാർ എന്ന വ്യക്തി അപ്രതീക്ഷിതമായി റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റർ ഇൻ ചീഫ് പദവിയിൽ നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ച് പുറത്തേക്ക് വരുമ്പോൾ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ കടന്നു പോകുന്നത്.